ഹായ്, ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇഫ് എനി ഫോർ ദ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. നിങ്ങൾ ആദ്യം എന്തായാലും അതിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യും. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇതാണ് സംഭവം, കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യണം. ക്രിട്ടിക്കൽ പോയിന്റുകളിലാണ് ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമവും ഉണ്ടാവുക, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ പോയിന്റുകളിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എച്ച് ഡാഷ് എക്സ് 0 ആയിട്ട് എടുക്കും. എച്ച് ഡാഷ് എക്സ് 0 ആണെങ്കിൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 ആയിരിക്കും. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 ആണെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, കോസ് എക്സും സൈൻ എക്സും ഈക്വൽ ആകുന്നത് 0 മുതൽ 90 വരെയുള്ളതിൽ ഏത് ആംഗിൾ എടുക്കുമ്പോഴാണ് കോസ് എക്സിന്റെയും സൈൻ എക്സിന്റെയും വാല്യൂ സെയിം ആകുന്നത്? π/4 കോസ് π/4ഉം സൈൻ π/4ഉം 1/√2. അങ്ങനെയാണെങ്കിൽ എക്സ് നിങ്ങൾ എടുക്കേണ്ടത് എന്താ? π/4. എക്സ് ഇസ് ഈക്വൽ ടു π/4. ഇതാണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിലായിരിക്കും ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ഉണ്ടാവുക. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം. എച്ച് ഡാഷ് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പോൾ എച്ച് ഡബിൾ ഡാഷ് എക്സ് എന്താ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് പിന്നുള്ളത് സൈൻ എക്സ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുത്തു നോക്കുക. അപ്പോൾ മൈനസ് സൈൻ π/4 മൈനസ് എക്സിന് പകരം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് π/4. സൈൻ π/4ന്റെ വാല്യൂ 1/√2, അപ്പോൾ മൈനസ് 1/√2. കോസ് π/4ന്റെ വാല്യൂ 1/√2. ശരി, അപ്പോൾ ദാ ഡിനോമിനേറ്ററിൽ √2 ഉണ്ട്, ന്യൂമറേറ്ററിൽ -1 -2. ഇത് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. എച്ച് ഡാഷ് π/4 ലെസ് ദാൻ 0 ആണെങ്കിൽ π/4 ഈസ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഇത് നിങ്ങൾ പഠിച്ചതാ. ഇനി എച്ച് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോയിന്റ് ഓഫ് ലോക്കൽ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ അത് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. അപ്പോൾ ഇത് ലോക്കൽ മാക്സിമ പോയിന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോക്കൽ മാക്സിമ പോയിന്റ് ആണ് π/4 എങ്കിൽ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്തായിരിക്കും? ലോക്കൽ മാക്സ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ, അതായത് എച്ച് ഓഫ് എക്സ്. നിങ്ങളുടെ ഫംഗ്ഷനിൽ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഈ π/4 കൊടുത്താൽ മതി. അതായത് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അല്ലേ? നിങ്ങളവിടെ എക്സിന് പകരം നിങ്ങളുടെ ഈ π/4 കൊടുക്കുക. അപ്പോൾ എച്ച് ഓഫ് π/4 എന്ന് പറഞ്ഞാൽ സൈൻ π/4 പ്ലസ് കോസ് π/4. അപ്പോൾ ആൻസർ എന്താ വരിക? 1/√2 പ്ലസ് 1/√2. ഇതാണ് സംഭവം. 1/√2 പ്ലസ് 1/√2. വേണമെങ്കിൽ 1 + 1 2 എന്നും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2/√2 എന്നും എഴുതാം. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ ആണ്. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യുക, പഠിക്കുക. ബൈ.